അമ്മേ, എന്താ മോനെ? പാർക്കുട്ടി എന്തിയോ ഉറങ്ങിയോ? അവളിപ്പോ ഉറങ്ങിയതുള്ളൂ. അമ്മ മിന്നുവിനെ കണ്ടായിരുന്നോ? കണ്ടില്ല അവൾ അവിടെ പോയെന്ന്. എന്തിയോ പിന്നെ? അറിയത്തില്ല, നീ പോയി തപ്പ എവിടെയും. അമ്മ, ഞാനാണ് വീടിന്റെ മുക്കും മൂലം എല്ലാം അരിച്ചു പെറുക്കി നോക്കിയത്, അവളെ കണ്ടില്ല. അയ്യോ, അവള് അവിടെ പോയി കാണും. അമ്മ, ഇനി അവളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ? അവള് ചിലപ്പോ അപ്പഴത്തെ കൂട്ടപ്പച്ചേട്ടന്റെ കടയിൽ വല്ലതും പോയായിരിക്കും എന്തെങ്കിലും മേടിക്കാൻ. അവളെ രാവിലെ തൊട്ട് കാണുന്നില്ല. ഇപ്പൊ ഉച്ചയായില്ല, ഇത്ര നേരമായിട്ട് എന്താ അവള് കടയിൽ പോയിട്ട് വരാത്തെ? രാവിലെയാണ് അവളെ കാണാതായത്. അമ്മ, അച്ഛനെ കണ്ടോ? അച്ഛനാണെന്ന് മുറ്റത്താണെങ്കിൽ വെള്ളം നനയ്ക്കുക ചെടിക്ക്. ഞാൻ അച്ഛൻ്റെ കൈ ചോദിക്കട്ടെ. അച്ഛാ, എന്താടാ മണിക്കുട്ടാ? അതിന് അച്ഛൻ മിന്നുവിനെ കണ്ടായിരുന്നോ? ഇല്ല. അച്ഛൻ മിന്നുവിനെ രാവിലെ തൊട്ട് കാണുന്നില്ല. അയ്യോ, അവളിപ്പോ എവിടെ പോയി? എടാ, നീ ശരിക്കും വീടൊക്കെ ഒന്ന് അരിച്ചു വെറുക്കും. അച്ഛ, വീട് മൊത്തം അരിച്ചു പെറുക്കിയതാ ഞാൻ, എന്നിട്ട് അവളെ കാണുന്നില്ല. ഇനി അവളിനി കുട്ടപ്പച്ചന്റെ കട വല്ലതും പോയി കാണുമോ? അല്ലെന്ന് കുട്ടപ്പച്ചേട്ടന്റെ കടയിൽ പോയിട്ട് ഇത്ര നേരം, അവള് രാവിലെ തൊട്ട് അവളെ കാണുന്നില്ല. ഇനി അവളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കാണുമോ അച്ഛാ? അയ്യോ, അത് ശരിയാണല്ലോ. ഇനി അവളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി ഇനി എന്ത് ചെയ്യും? നമ്മളെങ്ങനെ കണ്ടുപിടിക്കാനേ മിന്നുവിനെ? നമുക്കെന്താ കുട്ടപ്പച്ചേട്ടന്റെ കട ചെന്ന് ചോദിച്ചു നോക്കാം, മിന്നെ അവിടെ എങ്ങനെ വന്നോന്ന്. ആ ശരി, നമുക്ക് പെട്ടെന്ന് പോവാ. കുട്ടപ്പച്ചേട്ടാ, കുട്ടപ്പച്ചേട്ടാ, ഇങ്ങോട്ടൊന്ന് വരാവോ? എന്താ കാര്യം? കുട്ടപ്പച്ചേട്ടാ, മിന്നുങ്ങാൻ ഇവിടെ വന്നായിരുന്നോ? ഇല്ല. എന്തു പറ്റി? അത് പിന്നെ കുട്ടപ്പച്ചേട്ടൻ രാവിലെ തൊട്ട് മിന്നുവിനെ കാണുന്നില്ല. മണിക്കൂട്ടനാണെങ്കിലേ വീട് മൊത്തം അരിച്ചു പെറുക്കിട്ട് അവളെ കണ്ടില്ലെന്ന്. ഞാനാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കടയുടെ തൊട്ട് മുമ്പിലുള്ള റോഡിൽ അവിടെ കൂടെ ആണെങ്കിൽ ഒരാളാണെങ്കിലേ നമ്മുടെ മിന്നുവിനെ പോലെ ഇരിക്കുന്ന ഒരു കൊച്ചാണ്. ഉറങ്ങുമായിരുന്ന കൊച്ചി. ആ കൈ ഇങ്ങനെ തോളത്ത് കയറി ഇരുന്ന് പോവാ. എനിക്ക് സംശയം നിങ്ങളുടെ മിന്നു ആണെന്നാ. കുട്ടപ്പച്ചേട്ടാ, അയാളുടെ മുഖം കുട്ടപ്പച്ചേട്ടന് ഓർമ്മയുണ്ടോ? കാണുവാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല, വലിയ ഓർമ്മയില്ല. കാണുവാണെങ്കിൽ മനസ്സിലാവും തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം. അവളെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നവരൊക്കെ? ഇവന്മാരാണെങ്കിലേ തമിഴ്നാട്ടിലോട്ട് കയറ്റി വിടി ഇവിടുന്ന് പിള്ളേരെ. എന്നിട്ട് ആ പൈസ ഉണ്ടാക്കും ഇവന്മാരെ, എന്നിട്ട് പിച്ചിക്കിരുത്തിയിട്ട് മിന്നുവിനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മുമ്പേ നമുക്ക് അവളെ കണ്ടുപിടിക്കണം. അല്ല, കുട്ടപ്പച്ചേട്ട കടയായിരുന്നു നോക്കും. ആ കട ഞാനാണെങ്കിൽ അടച്ചിട്ടിട്ട് വന്നോളാം. അപ്പൊ നമുക്കെന്നാ തപ്പാൻ പോവാം. അയ്യോ, ക്ഷീണിച്ച് നമ്മള് നടന്ന്. എനിക്കാണ് ഇവിടെ ഒരു അടുത്ത് ഒരു ബിൽഡിംഗ് അറിയാവേ. കുറച്ച് ആൾക്കാരൊക്കെ എന്നോടാണെങ്കിൽ പറഞ്ഞേ, അവിടെ നിന്നാണെങ്കിൽ കുട്ടികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നു, കുട്ടികളുടെ കരച്ചിലും എല്ലാം കേൾക്കുന്നുണ്ടെന്ന്. ആർക്കും അങ്ങോട്ട് പോകാനുള്ള ധൈര്യം ഇല്ല, അതുകൊണ്ട് ആരും അങ്ങോട്ട് പോവാത്തെ. ചിലപ്പോ മിന്നുവിനെ അങ്ങോട്ടേക്കാനും കൊണ്ടുപോയാലേ ചിലപ്പം. ആ ശരി, നമുക്കൊന്ന് പെട്ടെന്ന് പോവാം. മിണ്ടാതിരിക്കടി കൊച്ചേ. ഇപ്പോഴാണെങ്കിൽ നിന്നെ മേടിച്ചോണ്ട് പോകാൻ കുറച്ച് തമിഴ്നാടുകാരിപ്പോ വരും. എനിക്കാണെങ്കിൽ 80 ലക്ഷം രൂപ കിട്ടും. താനാരാണോ? ഞാനാണെങ്കിലേ നിങ്ങളുടെ പുറകെ നിൽക്കുന്ന ആ പെങ്കൊച്ചിന്റെ അച്ഛൻ. എന്താ തേങ്ങ പണി കിട്ടിയെന്ന് തോന്നുന്നല്ലോ. എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് വിടറാ. അത് നടക്കുന്ന കേസല്ലോ മച്ചാനെ. പൊന്നുമാൻ എന്നെ മച്ചാനെന്ന് വിളിച്ചാലും ഇപ്പൊ ചെല്ലപ്പേരിട്ട് എന്ത് വേണമെന്ന് വിളിച്ചാലും നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കി ഞാൻ. അയ്യോ, എന്റെ അമ്മച്ചി, ഇയാൾ എന്റെ ഇടിച്ച് പരിപ്പിളക്കുന്നേ. വാടാ ഇങ്ങോട്ട്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വിട്ടിട്ടേ കാര്യമുള്ളൂ.